ഇറാനിലെ ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില ഉപരോധങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്താൻ പോകുന്നു എന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതുമൂലം ഇന്ത്യക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാകും. കാരണം 2024 10 വർഷത്തെ കരാറിന് ഇന്ത്യയാണ് ഇറാനിലെ ചാബഹാർ തുറമുഖം ഏറ്റെടുത്തത്. ആ സമയത്ത് അമേരിക്ക ഭരിച്ചിരുന്ന ബൈഡനുമായിട്ട് ഇന്ത്യ ചില ചർച്ചകളൊക്കെ നടത്തുകയും ആ തുറമുഖത്തിന് മേൽ ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തില്ല അല്ലെങ്കിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തില്ല എന്ന് ഉറപ്പ് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം വന്നപ്പോൾ നിലപാടിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണ്. അതായത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, അതുപോലെ തന്നെ മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നു. ഒപ്പം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഊർജം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിട്ടും അത് കേൾക്കാത്തതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് നാഷണൽ സെക്യൂരിറ്റി പ്രിൻസിപ്പൽ മെമ്മോറാണ്ടം എന്ന കരാറിൽ ഏതാണ്ട് ഒപ്പുവെച്ചുകൊണ്ടാണ് ട്രംപ് പുതിയ നീക്കത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചാബഹാർ തുറമുഖത്തിന് US ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകുകയോ സ്വാതന്ത്ര്യം നൽകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവയെല്ലാം തന്നെ പരിഷ്കരിക്കണം, അല്ലെങ്കിൽ അത് റദ്ദാക്കണം. അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇന്ത്യയും അനുഭവിക്കേണ്ടി വരും. കാരണം ഇന്ത്യ ഈ ചാബഹാർ തുറമുഖം ഏറ്റെടുത്തപ്പോൾ $120 മില്യൺ അവിടെ നിക്ഷേപിച്ചിരുന്നു. കൂടാതെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിക്കുന്നതിന് ഈ ഇറാന് സാമ്പത്തിക സഹായം വേണമായിരുന്നു. അന്ന് $250 മില്യൺ ഒരു വായ്പ ഇന്ത്യ നൽകുകയും ചെയ്തു. അതായത് തുറമുഖവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുക, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക, ഇതിനൊക്കെ ഇന്ത്യ സഹായിച്ചതാണ്. അപ്പോൾ ഈ പണമൊക്കെ നൽകിയ ഒരു സാഹചര്യത്തിൽ ചാബഹാർ തുറമുഖത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നിലവിൽ നമ്മൾ ചെങ്കടൽ വഴിയൊക്കെയായിരുന്നു ഈ കപ്പൽ ഗതാഗതം നടത്തിയിരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വഴി, അഫ്ഗാൻ വഴി ഇറാനൊക്കെ ചുറ്റി നേരെ മധ്യേഷ്യയിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ യൂറേഷ്യയിലൊക്കെ കടന്നു പോകണമായിരുന്നു. എന്നാൽ ഈ ഒരു ചാബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തതിന് കാരണം റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു കോറിഡോർ ഇന്ത്യ കണ്ടെത്തിയിരുന്നു. അതായത് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഇത് ഏതാണ്ട് 7200 കിലോമീറ്റർ ദൂരം, അത് 60 ദിവസം കൊണ്ട് സഞ്ചരിച്ചിരുന്നത് ഇപ്പോൾ 24 ദിവസം കൊണ്ട് സഞ്ചരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കാരണം ഈ ചാബഹാർ പോർട്ട് ഏറ്റെടുത്തുകൊണ്ട്. അതായത് മധ്യേഷ്യയിലെ ഒരു രാജ്യത്തിൻ്റെ സഹായം വേണമെന്ന് തോന്നിയപ്പോൾ വിശ്വസിക്കാവുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് ഇറാനെ ചൂസ് ചെയ്യുകയായിരുന്നു. ഇറാൻ അതിനോട് വില്ലിങ് ആവുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇറാൻ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തേണ്ടതാണെങ്കിലും ഈ ചാബഹാർ തുറമുഖം ചൈനയ്ക്ക് അവർ വിട്ടു നൽകിയില്ല, പകരം ഇന്ത്യയ്ക്കാണ് നൽകിയത്. കാരണം ഇന്ത്യയുടെ ഒരു ബഹുമുഖ സ്വതന്ത്ര വിദേശ നയം തന്നെയായിരുന്നു കാരണം. അപ്പോൾ ഇന്ത്യയെ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൻ്റെ ഒരു പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യയിൽ 53 നഗരങ്ങൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടതൊക്കെ ഒന്ന് സുസജ്ജമാക്കണം, നവീകരിക്കണം. അതുപോലെ തന്നെ ഇറാനിലെ 11 നഗരങ്ങളും സുസജ്ജമാക്കണം. അതിനുവേണ്ടി $53 ബില്യൺ ഇരു രാജ്യങ്ങളും നിക്ഷേപിക്കണമായിരുന്നു. ഈ നിക്ഷേപം നടത്തിയാൽ ഇറാന് വളരെ പെട്ടെന്ന് വലിയ ലാഭത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ട് ഈ ചാബഹാർ തുറമുഖത്തിന് മേൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ അമേരിക്ക അന്നത് കേൾക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഇറാൻ തുറമുഖത്തിന് നേരെ ചില നിയന്ത്രണങ്ങളുമായിട്ട് അമേരിക്ക രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തോടുകൂടി ഇറാൻ അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അത് ട്രംപിനെ പ്രകോപിതനാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ 43% വർധനവ് ഈ ഷിപ്പ് ട്രാൻസ്പോർട്ടിങ്ങിലുണ്ടായി. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിൽ 34% വർധനവുണ്ടായി. ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ നേട്ടമാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല ഇന്ത്യ ഇറാനുമായിട്ട് എണ്ണ വ്യാപാരം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ചില വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക തയ്യാറായപ്പോൾ അവർ പ്രധാനമായിട്ടും തിരിച്ച് ഒരാവശ്യം ഉന്നയിച്ചത് ഇറാനുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തിവെക്കണമെന്നാണ്. ആദ്യം അതായത് ഈ ഇറാന് നേരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്ത്യ $13 ബില്യൺ എണ്ണ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമായിരുന്നു. എന്നാൽ 2019 ആയപ്പം അത് $1 ബില്യൺ ഇറക്കുമതിയായിട്ട് കുറഞ്ഞു.
പക്ഷേ ഉപരോധം ശക്തമായതോടുകൂടി 2024 ഏപ്രിൽ മുതൽ ഏതാണ്ട് ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ $213 ബില്യൺ ഇറക്കുമതിയെ നമ്മൾ നടത്തിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉപരോധങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ റഷ്യയുമായിട്ട് ചില കൂട്ടുകെട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ഇറാനിൽ നിന്ന് കുറഞ്ഞ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന എണ്ണ ഇറക്കുമതി നിർത്തിയതോടുകൂടി ഇന്ത്യയിൽ ഈ പൊതുമേഖല എണ്ണ കമ്പനികൾക്കൊക്കെ വലിയ നഷ്ടമുണ്ടായി. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്ന് പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു. പിന്നീട് നമ്മളത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ച് വിൽക്കുന്നു. കാരണം തണുപ്പ് ഏറെ ഉള്ളതിനാൽ അവർക്ക് ഈ എണ്ണയുടെ ഉപയോഗം കൂടുതലാണ്. അതുകൊണ്ട് അത് കിട്ടിയേ പറ്റൂ. അപ്പം റൂബിളിൽ അതുപോലെ തന്നെ റുപ്പിയിലൊക്കെ തന്നെ വ്യാപാരം നടക്കുന്നു. അപ്പോൾ അമേരിക്കയിലെ ഡോളറിനും ഒരു വലിയ ഇടിവുണ്ടാക്കി. അപ്പോൾ ഈ ഒരു നിലപാടുകൾക്ക് എതിരെ ഇപ്പോൾ ട്രംപ് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് അമേരിക്ക ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ ഫലം ഇറാനുമായി കണക്ട് ചെയ്ത മറ്റ് രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അനുഭവിക്കേണ്ടി വരും. അപ്പം ഡൊണാൾഡ് ട്രംപ് എത്തുന്നതിന് മുമ്പ് ബൈഡൻ ഭരണകൂടം ചില ഉപാധികളോടുകൂടി ചില നിയന്ത്രണങ്ങളോടുകൂടി സ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ ചാബഹാർ പോർട്ടിന് നൽകിയിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം കഴിഞ്ഞ തവണ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഇറാനുമായിട്ടുള്ള ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറി. മാത്രവുമല്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉപരോധങ്ങൾ അവർക്ക് മേൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് തന്നെയാണ് വീണ്ടും ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തുമ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോഴും അവരുടെ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നു, അഥവാ ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നില്ല. ഇതെല്ലാം തന്നെ അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കും. മാത്രമല്ല ചാബഹാർ പോർട്ടിലെ ഷാഹിദ് ബഹഷ്വതി ടെർമിനൽ ഇത് കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബദലായിട്ടുള്ള ഒരു റൂട്ട് വേണം. അങ്ങനെയാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോറിഡോർ സ്ഥാപിക്കാനായിട്ട് ലക്ഷ്യം വെച്ചത്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ G20-യിൽ നമ്മൾ ഈ പ്രമേയമൊക്കെ അവതരിപ്പിച്ചു, എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു. പക്ഷേ തുർക്കി ഇതിനോട് യോജിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ UAE വഴി, സൗദി വഴി, ഈജിപ്റ്റ് വഴി, പിന്നീട് അത് മധ്യേഷ്യയിലേക്കും അവിടുന്ന് യൂറേഷ്യയിലേക്കും ഒക്കെ കടക്കുമ്പോൾ ഈജിപ്റ്റ് വഴി പിന്നീട് എത്തുന്നത് ഗ്രീസിലേക്കാണ്. അപ്പോൾ ഗ്രീസിന് നേട്ടമുണ്ടാകുകയും ഈ പറയുന്ന തുർക്കിക്ക് നേട്ടം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയും എതിർപ്പ് വരും. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുമോ എന്നാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 13, 14, 15 തീയതികളിലൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ഈ ചാബഹാർ തുറമുഖമാണ്. കാരണം ചാബഹാർ തുറമുഖത്തെ ഷാഹിദ് ബഹഷ്വതി ടെർമിനൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുന്ന മൂലമുള്ള കർശനമായ ഉപാധികൾ, ഇതിൽ നിന്നൊക്കെ അമേരിക്ക പിന്മാറണമെന്ന് നമ്മൾ സ്വാഭാവികമായും ആവശ്യപ്പെടും. അപ്പോൾ അമേരിക്കൻ സെക്രട്ടറിയായ മാർക്കോ റൂബിയോ വഴി ട്രംപിനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം വ്യാപാര ബന്ധങ്ങളിൽ ചില ഇളവുകൾ നൽകാൻ ട്രംപ് തയ്യാറാണ്. അതുപോലെ തന്നെ ഇല്ലീഗൽ റെസിഡൻസിനെയൊക്കെ ഇന്ത്യയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട്, സൈനിക കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ടേംസിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ തുടർ നടപടികളൊക്കെ സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വന്നതിന് ശേഷമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് അവരുടെ എണ്ണ വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. അവർ അനധികൃതമായി എണ്ണ പാകിസ്ഥാന് മറിച്ച് വിറ്റിരുന്നു. കൂടാതെ മറ്റ് ചില രാജ്യങ്ങൾക്ക് എണ്ണ നൽകി, പൈസ പോലും വാങ്ങാതെയാണ് എണ്ണ നൽകിയത്. ഈ എണ്ണ എത്തിച്ച് നൽകുന്നത് ഷിപ്പ് വഴി ഈ കടലിൻ്റെയൊക്കെ മധ്യത്തിൽ വെച്ച് കൈമാറും. അതായത് ഷിപ്പ് തന്നെ കൈമാറുന്ന അവസ്ഥയാണ്. അങ്ങനെ ഷിപ്പ് കൈമാറുമ്പോൾ ഇത് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് റിയൽ ടൈം ലൊക്കേറ്റർ ഉണ്ട്. അതായത് റിയൽ ടൈം ലൊക്കേഷനെ ട്രാക്ക് ചെയ്യുന്ന ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്യും. അങ്ങനെ സൗത്ത് കൊറിയയുമായി ഒരു ഷിപ്പ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അതിനകത്ത് ഹൂത്തികളുടെ ഇടപെടലുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്ക അറിഞ്ഞു. അപ്പോൾ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിന് കാരണം ഇങ്ങനെ ഇല്ലീഗലായിട്ട് കച്ചവടം നടത്തുന്നതാണ്. അപ്പോഴാണ് ഈ ചാബഹാർ തുറമുഖം ഇതിനകത്തൊരു വലിയ പങ്ക് വഹിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപിന് ഒരു തോന്നലുണ്ടാകുന്നത്. അപ്പം 7200 കിലോമീറ്റർ നീളുന്ന റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മുംബൈയിലേക്ക് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ സാധ്യമായാൽ ഇറാന് സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാകും. അതിപ്പോൾ അനുവദിച്ച് നൽകണമെന്നാണ് ട്രംപ് ആലോചിക്കുന്നത്.
അതിന് ട്രംപിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. ഒരു ടഫ് നെഗോഷിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ചാബഹാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ട്രംപുമായിട്ട് വലിയ ഒരു നെഗോസിയേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ട്രംപ് ചിലപ്പോൾ അതിനോട് വില്ലിങ് ആകും. ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഈ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നോ ഇറാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നൊക്കെയുള്ള നിബന്ധന മുന്നോട്ട് വെച്ചേക്കാം. സ്വാഭാവികമായും ഇസ്രയേലും അതുപോലെ തന്നെ ഗസയും ഒക്കെ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെയാണ് 2024 ഇന്ത്യയും ഇറാനും തമ്മിൽ ഈ ചാബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാർ ഏറ്റെടുത്തത്. അന്ന് അമേരിക്ക സമ്മതിച്ചുകൊണ്ടാണ് നമ്മളതിന് വില്ലിങ് ആയത്. അതുകൊണ്ട് നമ്മൾ $120 മില്യൺ അവിടെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവരുടെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ $250 മില്യൺ വായ്പ നൽകുന്നു. അപ്പോൾ ഈ പണമൊക്കെ നമ്മൾ നൽകിയ സ്ഥിതിക്ക് നമുക്ക് ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാനെ ഒഴിവാക്കി ഇറാൻ വഴി അഫ്ഗാൻ വഴി നമുക്ക് മധ്യേഷ്യയിലേക്ക് കടക്കാം. അവിടെ നിന്ന് യൂറേഷ്യയിലേക്ക് കൃത്യമായിട്ട് ഒരു ഷിപ്പ് ഗതാഗതം സാധ്യമാക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ട്, സമയലാഭമുണ്ട്, അഥവാ ഇന്ധന ചെലവ് കുറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഇതിനുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിലപാട് സത്യത്തിൽ ഇറാനെ അടിക്കാനുള്ള വടിയാണ്. പക്ഷേ ഇന്ത്യക്കും അത് ബാഹ്യമായിട്ട് ഒരു ചെറിയ പരിക്കേൽപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോൾ ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ അതുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചാബഹാർ തുറമുഖത്ത് നമ്മൾ വലിയ നിക്ഷേപം നടത്തിയ സ്ഥിതിക്ക് നമ്മൾ ആ തുറമുഖത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഉപരോധം ഏർപ്പെടുത്തുകയും സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഇന്ത്യ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി അടുത്ത ആഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.